الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നല്ലത് ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ധാരാളം ആളുകളെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരോഗ്യവും സമയവും സൗകര്യവുമെല്ലാം ഉണ്ടായിട്ടും മടി കാണിക്കുന്ന മനുഷ്യരാണ് അത്തരത്തിലുള്ള ആളുകൾ. മടി എന്ന് പറയുന്നത്, അലസത എന്ന് പറയുന്നത് മനുഷ്യരെ പിടികൂടുന്ന വലിയ രോഗമാണ്. ലോകത്തെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തിയത്, എൻ്റെ കമ്പനിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും പ്രയാസമേറിയ ജോലികൾ ഞാൻ എൻ്റെ കമ്പനിയിലെ മടിയന്മാരെയാണ് ഏൽപ്പിക്കാറുള്ളത്. ആ മടിയന്മാരായ ആളുകൾ അവർ കുറേ സമയം ജോലി ചെയ്യണം എന്ന് ആലോചിച്ച് ആ ജോലി എളുപ്പം ചെയ്യാനുള്ള ടെക്നിക്കുകൾ, എളുപ്പ വഴികൾ അവർ കണ്ടെത്തും. കാരണം അവർ മടിയന്മാരാണ്. രക്ഷപ്പെടാൻ വേണ്ടി മടി കാണിക്കുന്ന, ജോലി ചെയ്യാൻ മടി കാണിക്കുന്ന മനുഷ്യന്മാർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് കെസിൽ അല്ലെങ്കിൽ മടി എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞത് അൽ കസ്ലു മർദുൻ ഖതീർ എന്നാണ്. മടി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പിടികൂടുന്ന മഹാരോഗമെന്നാണ്
പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി അലൈഹി മടിയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരു വ്യക്തി അയാൾ ആവേശത്തോടും ഊർജ്ജസ്വലതയോടും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇവ രണ്ടുമില്ലാതെ ചെയ്യുന്നതിനാണ് കെസ്സിൽ അല്ലെങ്കിൽ മടി എന്ന് പറയാം. നല്ല താല്പര്യത്തോടെ, അതേപോലെ തന്നെ ആവേശത്തോടെ, ഊർജത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം, അത് ആവേശമില്ലാതെ, താല്പര്യമില്ലാതെ അങ്ങനെ പ്രവർത്തിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ കെസ്സിൽ, മടി എന്ന് പറയുന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയപ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബ ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫി വഫീ കുല്ലി ഖൈർ. എന്താ നബിയുടെ അധ്യാപനം? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലനായ വിശ്വാസിയേക്കാൾ, ദുർബലൻ എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്ത, ശക്തിയില്ലാത്ത, ദുർബലതയുള്ള വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ശക്തനായ വിശ്വാസിയെയാണ്. എല്ലാവരിലും നന്മയുണ്ട് എന്നതിനെ നിഷേധിച്ചുകൊണ്ടല്ല ഈ അധ്യാപനം. മറിച്ച് തൻ്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുന്ന, തൻ്റെ കഴിവിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ, നമ്മുടെയൊക്കെ ഇഹപര നേട്ടത്തിന് തടസ്സം നിൽക്കുന്ന, പരലോകത്തെ വിജയത്തിനും അതേപോലെ തന്നെ ഇഹലോകത്തെ വിജയത്തിനുമൊക്കെ തടസ്സം നിൽക്കുന്ന കാര്യമാണ് അലസത എന്ന് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാതെ വരുന്നതിനും വാക്കുപാലിക്കാൻ സാധിക്കാതെ വരുന്നതിനുമെല്ലാം കാരണം മടിയാണ്, അലസതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മടിയന്മാരെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിച്ച പദം കസ്രി എന്നാണ്. സാധാരണ അജസ് എന്ന പദവും പലപ്പോഴും പല ആളുകൾ ഉപയോഗിക്കാറുണ്ട്. കെസ്സിലും അജസും തമ്മിൽ വ്യത്യാസമുണ്ട്. കെസ്സിൽ എന്ന് പറഞ്ഞാൽ മടിയന്മാരാണ്, മടിയാണ്. അജ്സ് എന്ന് പറഞ്ഞാൽ ദുർബലതയാണ്. ഒരു കാര്യം ചെയ്യാനുള്ള ശേഷിയില്ലാത്ത ആൾക്കാരുണ്ടാകും, ഒരു ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത ആളുകൾ, അവരെയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, എന്നിട്ടും അമലുകൾ ചെയ്യാത്ത, സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത, ജോലി ചെയ്യാത്ത അവരെയാണ് കെസ്ലാന്മാർ, മടിയന്മാർ എന്ന് സാധാരണ പറയാറുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന ഉണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കണം. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ൽ, അല്ലാഹുവേ ഞാൻ നിന്നോട് കസ്ലിൽ നിന്ന്, മടിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. മടിയന്മാരായ ആളുകളാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾ. പക്ഷേ ഞാനൊരു മടിയനാണ് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. എനിക്ക് മടിയുണ്ട്, എൻ്റെ സ്വഭാവത്തിൽ മടിയുണ്ട് എന്ന് നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്, നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഖുത്ബ കഴിയുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തണം. ഞാൻ മടിയനാണോ, ഞാൻ കസ്ലാനാണോ, ഞാൻ അള്ളാഹുവിനോട് നിരന്തരം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടവനാണോ എന്ന് സ്വയം മനസ്സിലാക്കാനും അത്തരം പ്രാർത്ഥനകൾ നിർവഹിച്ച് മടി ഒഴിവാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു രാജകുടുംബമാണ് അവർ. ആ രാജകുടുംബത്തിൻ്റെ ഭരണം നഷ്ടമായി. അവർക്ക് വലിയ അധികാരമുണ്ടായിരുന്ന രാജകുടുംബത്തിൽ അംഗങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഖീല ലി അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് മാ അദ്ഹബ മുൽക്കക്കും, എങ്ങനെയാണ് നിങ്ങളുടെ ഭരണാധികാരം നഷ്ടമായത്? നിങ്ങൾ രാജാക്കന്മാരായിരുന്നല്ലോ, നിങ്ങളുടെ കുടുംബം നേതൃത്വമുള്ള ആളുകളായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അധികാരം നിങ്ങൾക്ക് നഷ്ടമായത്? അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയാം? അദ്ദേഹം പറഞ്ഞു, ഖാല നൗമുൽ ഗദബാതി വശുർബുൽ അശബാതി എന്നാണ്. നൗമുൽ ഗദബാതി എന്ന് പറഞ്ഞാൽ പ്രഭാത സമയത്തെ ഉറക്കവും രാത്രിയിലെ മദ്യപാനവുമാണ് ഞങ്ങളെ അധികാരത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ടത്. അഥവാ ഏറ്റവും അനുഗ്രഹീതമായ ബറക്കത്തിറങ്ങുന്ന സമയത്ത് ഉറങ്ങുക. രാവിലെ ഉറങ്ങണ മനുഷ്യന്മാർ, നമ്മൾ പല ഖുത്ബകളിലും സൂചിപ്പിച്ച വിഷയമാണ്. ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ് പ്രഭാത സമയം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച സമയമാണ്. പ്രഭാത സമയം ബർക്കത്തുള്ള സമയമാണ്. ഇനി ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കൂ, രാവിലെ ഉറങ്ങുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? സുബഹി നമസ്കാരത്തിന് പോലും എഴുന്നേൽക്കാതെ ഉറങ്ങുന്ന ആളുകളുണ്ട്. ഞാനിന്ന് എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഇന്നത്തെ ദിവസം നമ്മുടെ പള്ളിയിൽ സുബഹിക്ക് എത്ര ആൾക്കാരുണ്ടായിരുന്നു? ഞാൻ നിങ്ങളെ കുറ്റം പറയാണ്, വിമർശിക്കാൻ വിചാരിക്കരുത്. നോക്കൂ, നിങ്ങൾ ജുമയായപ്പോൾ നമ്മളെല്ലാവരും പള്ളിയിൽ വന്നു, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതൊരു വിമർശനമല്ല, പരിഹസിക്കലല്ല, മറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവര്, ഇന്നത്തെ സുബഹി നമസ്കാരത്തിൽ നമ്മുടെ പള്ളിയിൽ 1.5 സ്വപ്പ് ആളുകളാണ് നമ്മുടെ പള്ളിയിൽ ഇന്ന് പങ്കെടുത്തത്. നോക്കൂ, നിങ്ങൾ
ജുമാക്ക് വരുന്ന ഇതേ പ്രാധാന്യം, ഇതേ ഗൗരവം ഏതിനുണ്ട്? സുബഹി നമസ്കാരത്തിനുണ്ട്. എന്തേ നമുക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയാത്തത്? ഒരുപക്ഷെ വേറെ നാട്ടിലെ പള്ളികളിൽ പങ്കെടുത്ത ആൾക്കാരായിരിക്കും ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും, സുബഹി ഒഴിവാക്കുന്ന ആൾക്കാരെന്നല്ല. പക്ഷേ സുബഹിക്ക് വരാതെ, പള്ളിയിൽ വരാതെ ഉറങ്ങുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ആലോചിക്കണം. നമുക്ക് മടിയുണ്ട്, നമ്മൾ മടിയന്മാരാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മടി കൊണ്ടുള്ള അപകടം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ ഞാൻ എണ്ണി പറയാം. മടിയുള്ള മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നത്: 1, ആയുസ്സും ആരോഗ്യവും നഷ്ടാവും. അതൊരു ചെറിയ നഷ്ടമല്ല, ആയുസ്സും ആരോഗ്യം നഷ്ടാകും. 2, അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധനാകും. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവമുള്ള വിഷയം. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ കുറിച്ച് നമ്മൾ ഗഫ്ലത്തിലാകുക, അശ്രദ്ധനാകുക. അതാ മടി കൊണ്ടുള്ള അപകടം. 3, കപടവിശ്വാസികളുടെ സ്വഭാവമാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മടി എന്ന് പറഞ്ഞ ആരുടെ സ്വഭാവം? കപടവിശ്വാസികളുടെ സ്വഭാവമാണ്. 4, നന്മകൾ നഷ്ടപ്പെടുത്തും. മടിയന്മാരുടെ അടയാളമാണ്. മടി കൊണ്ടുള്ള അപകടമാണ്, നന്മകൾ അവർ നഷ്ടപ്പെടുത്തും. അതേപോലെ തന്നെ ഇരു ലോകത്തും ഖേദത്തിന്, നഷ്ടത്തിന്, വേദനയ്ക്ക് കാരണമാകുന്ന വലിയ രോഗമാണ് ഇത് മടി എന്നുള്ളത്. ഇനി നിങ്ങൾ ഞാൻ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കും. നമ്മുടെ ആരോഗ്യവും സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അശ്രദ്ധനാകുന്നുണ്ടോ? നമ്മളിൽ കപടവിശ്വാസിയുടെ സ്വഭാവം ഉണ്ടോ? കപടവിശ്വാസിയുടെ ലക്ഷണം ഉണ്ടോ? നന്മകൾ നമ്മൾ നഷ്ടപ്പെടും എങ്കിൽ നമ്മൾ മടിയന്മാരാണ്. നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാനാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മടിയന്മാരുടെ അടയാളങ്ങൾ ഒന്നുകൂടെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു. അതിലൊന്ന്, അറിവ് നേടാൻ മടി കാണിക്കുക എന്നുള്ളതാണ്. അറിവ് നേടാൻ മടി കാണിക്കുക. അപ്പം അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ ജുമാക്ക് വന്ന ആൾക്കാരുണ്ട്, ഇത് മടി ഇല്ലാത്തതിൻ്റെ ഒരു അടയാളമാണ്. പള്ളിയിൽ നേരത്തെ വരിക എന്നുള്ളത് മടിയന്മാരുടെ അടയാളമല്ല, നല്ല മനുഷ്യന്മാരുടെ അടയാളമാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ മടിയന്മാരായ ആളുകളെ കുറിച്ച് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത്: അന്നാസു മുഹ്താജൂന ഇലൽ ഇൽമി ഖബ്ലൽ ഖുബ്സി വൽ മാഇന. അവസാനത്തെ വാചകം നമുക്കറിയാം. മാ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം എന്നാണ്. ഖുബ്സ് എന്താണ്? ഖുബ്സ് എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ പോയ ആളുകൾക്കറിയാം, റൊട്ടിയാണ് ഖുബ്സ് എന്ന് പറഞ്ഞാൽ. നോക്കൂ, നിങ്ങൾ വെള്ളത്തിനേക്കാളും റൊട്ടിയേക്കാളും മുമ്പായി മനുഷ്യൻ ആവശ്യമുള്ളത് ഇൽമാണ്, അറിവാണ്. മനസ്സിലായോ? ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും മനുഷ്യൻ ആവശ്യമുള്ളത് അറിവാണ്. ആ അറിവ് നേടാൻ മടി എന്ത് ചെയ്യും? നമ്മളെ തടയും. ഒരു ക്ലാസ്സിന് പോകണ്ട, അല്ലേ? അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യണ്ട, ഖുർആൻ വായിക്കണ്ട, ഖുർആൻ ഓതണ്ട. ഇതൊക്കെ ആരാ നമ്മളോട് പറയുന്നത്? നമ്മുടെ മനസ്സ് അതിൽ നിന്നൊക്കെ നമ്മളെ പിറകോട്ട് വലിക്കുന്നുണ്ട് എങ്കിൽ അത് മടിയന്മാരുടെ അടയാളമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ നടത്തിയ പ്രാർത്ഥന എന്താ? നബിയെ, നീ പറയണം, വഖുൽ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ നീ അറിവ് നീ എനിക്ക് എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചു തരാനാണ് പ്രാർത്ഥിക്കേണ്ടത്. അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അറിവ് നേടാൻ നമ്മൾ മടി കാണിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തു വേണം? നമ്മൾ മനസ്സിലാക്കണം, നമ്മളിൽ മടിയുടെ അടയാളമുണ്ട്, നമ്മൾ മടിയന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ അറിവ് നേടാനുള്ള താല്പര്യം, അതിനെ ഊർജ്ജസ്വലത കാണിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറണം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇന്നത്തെ ഈ ഖുതുബയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഒരു കടലാസ് എടുത്ത് നമസ്കാരത്തിന്റെ തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള, നമ്മളെല്ലാവരും നിസ്കരിക്കാറുണ്ട്, ആ തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള കർമ്മത്തിന്റെ ഇടയിലെ എല്ലാ പ്രാർത്ഥനകളും തെറ്റുകൂടാതെ നമ്മളിൽ എത്ര ആളുകൾക്ക് എഴുതാൻ പറ്റും? നിങ്ങൾ സ്വന്തത്തോട് ചോദിച്ചു നോക്കൂ. വജ്ജഹത്ത് തന്നെ കൃത്യമായിട്ട് അറിയാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. വജ്ജഹത്തു എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ട്, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക എന്ന് പറയുന്ന 10ഓളം പ്രാർത്ഥനകളുണ്ട്. പ്രാരംഭ പ്രാർത്ഥനകൾ തന്നെ 10ഓളം വിവിധ പ്രാർത്ഥനകളുണ്ട്. ഒരു വരിയുള്ള പ്രാർത്ഥന ഉണ്ട്, 2 വരിയുള്ള പ്രാർത്ഥനകളുണ്ട്, വജ്ജഹത്തുണ്ട്, നമുക്കറിയാവുന്ന പ്രാർത്ഥന ഉണ്ട്. ആ പ്രാരംഭ പ്രാർത്ഥന മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള ധാരാളം പ്രാർത്ഥനകളുണ്ട്. അതുപോലും കൃത്യമായി പഠിക്കാത്ത ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്, വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. അതിൽ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ട നമ്മളാണ്. ഞാൻ ആ ഗണത്തിലാണോ, നിങ്ങൾ ആ ഗണത്തിലാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ മടിയനാണ്. കാരണം ആ പ്രാർത്ഥന പോലും, ഒരു ദിവസം 5 നേരം നിർവഹിക്കേണ്ട നമസ്കാരത്തിലെ പ്രാർത്ഥന പോലും ശരിയാണോ എന്ന് പരിശോധിക്കാൻ പോലും നമ്മളിൽ പലരും തയ്യാറായിട്ടില്ല. നമ്മൾ എന്നാ ഈ പ്രാർത്ഥന പഠിച്ചത്? നമ്മൾ അത്തഹിയാത്ത് പഠിച്ചത്, നമ്മൾ സ്വലാത്ത് പഠിച്ചത്, നമ്മൾ മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ പഠിച്ചതെന്നാ? ഒന്നുകിൽ മദ്രസയിലെ 2ാം ക്ലാസ് നിന്ന്, 3ാം ക്ലാസ് നിന്ന്, 4ാം ക്ലാസ് നിന്ന്, അല്ലേ? പണ്ട് മദ്രസയിൽ പഠിച്ചതാണ്. സഹോദരങ്ങളെ, ആ കാലത്തിന് ശേഷം എപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥന ചൊല്ലുന്നത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ശരിയാണോ, അത് തന്നെയാണോ ഹദീസിലുള്ളത്, അത് തന്നെയാണോ ചൊല്ലേണ്ടതെന്ന് പരിശോധിച്ചിട്ടുണ്ടോ?
നിങ്ങളൊന്ന് പരിശോധിക്കുന്ന പല ആളുകളും സ്വലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയും. ഞാൻ ഉദാഹരണം പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഈ സയ്യിദിന എന്നുള്ള പദം സ്വലാത്തിലുണ്ടോ? ഇബ്രാഹിമിയ സ്വലാത്താണ് നിസ്കാരത്തിൽ ചൊല്ലേണ്ട സ്വലാത്ത്. നിസ്കാരത്തിൽ ചൊല്ലേണ്ട സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. ഇബ്രാഹിമിയ സ്വലാത്ത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ 7 രീതിയിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. 7 രീതിയിൽ. ആ ഒരൊറ്റ രീതിയിലും റിവായത്ത് ചെയ്ത 7 രീതിയിൽ ഒരു സ്ഥലത്തൊന്നില്ല സയ്യിദിന എന്നുള്ള പദമല്ല. പിന്നെ അത് എവിടുന്ന വന്നത്? എന്നാൽ സയ്യിദിന എന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ പറയാം, നിസ്കാരത്തിൽ പറയാൻ പറ്റൂല. നമസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞത് കുറ്റമാണ്. എന്തുകൊണ്ട് കുറ്റമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ചൊല്ലാൻ പഠിപ്പിച്ച സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. ആ സ്വലാത്തിൽ എന്തില്ല? സയ്യിദിന എന്നുള്ള പദമല്ല. എന്നാൽ ഞാൻ ഖുത്ബ പറയുമ്പോൾ തുടക്കത്തിൽ സ്വലാത്ത് ചൊല്ലി അവിടെ ഞാൻ പറഞ്ഞു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ഇവിടെ സ്വലാത്ത് ചൊല്ലണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സംസാരത്തിന്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും ഉണ്ടാകണം. അവിടെ നബി സയ്യിദാണ്, നേതാവാണ് നമുക്ക് പറയാം, ഒരു പ്രശ്നമല്ല. പക്ഷെ ഇബ്രാഹിമിയ സ്വലാത്തിൽ എന്തില്ല? സയ്യിദിന എന്നുള്ള പദം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലേണ്ട ഓരോ പ്രാർത്ഥനകളും നമ്മൾ പരിശോധിച്ചാൽ പലരിലും അബദ്ധം ഉണ്ടാകും. തിരുത്തണ്ടേ? അത് തിരുത്താൻ തയ്യാറാകാത്ത എന്ത് കാരണമാണ്? മടിയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ചൊല്ലി. നമ്മളതിലൊക്കെ ഏറ്റവും നല്ല മൊബൈൽ ഫോണുകളുണ്ട്. എന്തൊക്കെ സുഖമുണ്ട്, എത്ര എളുപ്പമാണ്. നമ്മൾ ചൊല്ലുന്ന വജ്ജഹത്തു, നമ്മുടെ ഫോണൊന്ന് മുന്നിൽ വെച്ച് നമ്മൾ ചൊല്ലുക. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ചൊല്ലുക. ആരും അറിയണ്ട, ആർക്കും ചൊല്ലിക്കെടുക്കണ്ട. സ്വന്തം ഫോണിൽ റെക്കോർഡ് ബട്ടൺ എടുത്തൊന്ന് ചൊല്ലി നോക്കൂ നിങ്ങൾ. അങ്ങനെ ചൊല്ലി അതൊന്ന് പൂർത്തിയാക്കിയിട്ട് ഏതെങ്കിലും പ്രാർത്ഥനന്റെ സ്വഹീഹായ ഒരു പുസ്തകം എടുത്ത് നമ്മൾ ചൊല്ലിയതും ആ പ്രാർത്ഥനയിലുമുള്ളത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ മിനിറ്റുകൾ മതി. പക്ഷെ നമ്മൾ തയ്യാറാകുന്നില്ല, നമ്മളതിന് ശ്രമിക്കുന്നില്ല. നമ്മളങ്ങനെ പണ്ട് പഠിച്ചത് അതേപോലെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മടിയാണ്. ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ നിസ്കാരത്തിലെ നിർബന്ധ നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, അതില് നിർബന്ധ നമസ്കാരങ്ങളിൽ അർക്കാനുകളുണ്ട്, നിസ്കാരത്തിന് റുക്നുകളുണ്ട്. നിസ്കാരത്തിൽ തന്നെ നമസ്കാരം സ്വീകാര്യമാകാനുള്ള കർമ്മമുണ്ട്. നിസ്കാരം സ്വീകാര്യമാകാനുള്ള കർമ്മം, നമസ്കാരം ശരിയാകാനുള്ള കർമ്മമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താ നിസ്കാരം ശരിയാകാനുള്ള കർമ്മം, നിസ്കാരം സ്വീകാര്യമാകാനുള്ള റുക്കിൻ എന്താ? ഇതൊക്കെ നിസ്കാരത്തിന്റെ ഉള്ളിലുണ്ട്. നമസ്കാരത്തിന് വാജിബുകളുണ്ട്, നമസ്കാരത്തിൽ സുനനുകളുണ്ട്. ആരാ ഇതൊക്കെ എണ്ണിപ്പടിച്ച ആൾക്കാർ? ആരാണ് ഇത് കൃത്യമായി ഇത് മനസ്സിലാക്കാതെ ഒരാളുടെ നിസ്കാരം എങ്ങനെ ശരിയാകാം? അപ്പൊ നോക്കൂ, നിങ്ങൾ ഫാത്തിഹ ഓതാത്തവനെ ഫാത്തിഹ നമസ്കാരത്തിന് റുക്കിനാണോ സുന്നത്താണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവണം. നമുക്കതിന് മറുപടി ഉണ്ടാകണം. ഞാൻ പറയുന്നത് അറിവിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നത് മടിയാണ്. നമ്മൾ ബാക്കിയുള്ള ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ്റെ ഒരു മെസ്സേജ് വന്നെനിക്ക്. എന്താ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഏകദേശം 80,000 രൂപ മുടക്കി നമ്മുടെ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഉംറക്ക് പോയതാണ്, ഉംറ നിർവഹിക്കാൻ പോയതാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ അറിയോ? ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചത്, ഞാൻ ജിദ്ദയിൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, വിമാനം ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഏകദേശം 1 ലക്ഷം രൂപ മുടക്കി നമ്മുടെ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, അയാൾ എവിടുന്ന ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് പഠിക്കാതെയാണ് പോകുന്നത് എങ്കിൽ അത് നിസ്സാരമായ കാര്യം. ഉംറ എന്ന് പറയുന്ന 4 കാര്യങ്ങൾ പഠിച്ചാൽ ഉംറ പഠിക്കാൻ പറ്റും. ഉംറയുടെ റുക്കിനുകൾ, ഉംറയുടെ വാജിബ് വളരെ സിമ്പിളാണ്. ഏതൊരാൾക്കും, ഏതൊരു മനുഷ്യനോട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യം. ഉംറന്റെ വാജിബാണ് മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം. അത് ഉംറന്റെ വാജിബാണ്. ഏതാ നമ്മുടെ മീഖാത്ത്? യലംലമാണ്. യലംലം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വണ്ടി പോയി ചെയ്തു വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണെങ്കിലും കൊച്ചിയിൽ നിന്നാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും നമ്മൾ ഇവിടുന്ന് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കും. എന്നിട്ട് നമ്മൾ ഉംറക്ക് പോകുക, ഹജ്ജിന് പോകുക. എന്നിട്ട് അവിടെ എത്തുമ്പോൾ ഫ്ലൈറ്റിൽ അറിയിപ്പ് വരും, അവിടുന്ന് എന്ത് ചെയ്യും? നിയത്ത് ചെയ്ത് ഇഹ്റാമിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കാത്ത ആളെന്ത് ചെയ്യണമെന്നറിയോ? മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാത്തയാള് അയാൾ പ്രായശ്ചിത്തമായി ആടിനെ ബലിയിറക്കണം. പോരാ, അത് മക്കയിൽ ഇറക്കണം, മക്കയിൽ സാധുക്കൾക്ക് വിതരണം ചെയ്യണം. അതാണ് അതിന്റെ വിധി. അറിവില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ മടി കാണിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ദീന് പഠിക്കാൻ പ്രത്യേക സമയം കണ്ടെത്തണം. മടിയിൽ നിന്ന് രക്ഷ ചോദിച്ച് നമ്മൾ ദിനേന ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പ്രത്യേകം സമയം കാണാൻ നമ്മൾ ശ്രമിക്കണം. രണ്ടാമത്തെ മടിയന്മാരുടെ അടയാളമാണ് ഇബാദത്ത് ചെയ്യാനുള്ള മടി. ഇബാദത്ത് ചെയ്യാനുള്ള മടി. ഒരു പക്ഷേ ഈ ഖുത്ബ കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ്, എന്നെ കുറിച്ചാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം. ഇത് ഞാൻ ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ ആലോചിക്കണം. എനിക്ക് ഇബാദത്തിൽ മടിയുള്ളവനാണ് എങ്കിൽ ഞാൻ മടിയനാണ്, ഞാൻ കസ്ലാനാണ്. നിങ്ങളാണ് ആ കൂട്ടത്തിലെങ്കിൽ നിങ്ങൾ മടിയന്മാരാണ്. തിരുത്തണം.
നോക്കൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ ഇതിൽ അള്ളാഹു നമ്മളെ പഠിച്ചത്. അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ജീവിതവും മരണവും സംവിധാനിച്ചത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഇബാദത്ത് ചെയ്യലാണ്. ആ ഇബാദത്ത് നമ്മൾ ചെയ്യാതെ മടി കാണിക്കുന്നവരാണെങ്കിലോ, ഇബാദത്തിന് താല്പര്യമില്ലെങ്കിലോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലികുല്ലി ഷൈഇൻ ആഫാത്തുൻ ലികുല്ലി ഷൈഇൻ ആഫാത്തുൻ വആഫാത്തുൽ ഇൽമി അൻ-നസിയാൻ വആഫാത്തുൽ ഇബാദത്തി അൽ-കസൽ എന്ന് അദ്ദേഹം പറയുന്നത്, എല്ലാ കാര്യത്തിനും അപകടങ്ങളുണ്ട്. അറിവിന്റെ അപകടം മറവിയാണ്. അറിവിന്റെ അപകടം മറവിയാണ്. ഇബാദത്തിന്റെ അപകടം കസിലാണ്, നാം മടിയാണ് നാം. അതുകൊണ്ട് മടിയന്മാരാകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആരാധനകൾ ചെയ്യുന്ന ആളുകളാണ്. മുനാഫിക്കുകളുടെ സ്വഭാവം എന്താ അറിയോ? മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറയും, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും ഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 142-ാമത്തെ ആയത്താണ്. മുനാഫിക്കുകളെ കുറിച്ച് പറയാം. നമ്മൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇതിന്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം, ഞാൻ ആ കൂട്ടത്തിൽ ഇല്ല. എന്താ അവരുടെ സ്വഭാവം? തീർച്ചയായും കപട വിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അവർ നമസ്കാരത്തിന് നിന്നാൽ ഉദാസീനരായിക്കൊണ്ടും ആളുകളെ കാണിക്കാൻ വേണ്ടിയുമാണ് നിൽക്കുന്നത്. കുറച്ചു മാത്രമേ അവര് അള്ളാഹുവെ ഓർമ്മിക്കുന്നുള്ളൂ. അവസാനത്തെ വാക്കുകൾ ഒന്നുകൂടി കേട്ടു നോക്കൂ നിങ്ങൾ. അവരാളുകളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അതേപോലെ തന്നെ നിസ്കാരത്തിന് നിന്നാൽ ഉദാസീനരായിക്കൊണ്ടാണ്. മടിയാണ് നിസ്കരിക്കാൻ നിന്നാൽ. നിസ്കാരത്തിൽ ഒരു ഭക്തി ലഭിക്കുന്നില്ല. നമസ്കാരത്തിൽ ഒരു ഉന്മേഷം ഉണ്ടാകുന്നില്ല. സ്വഹാബികൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഊർജ്ജം ഉണ്ടായിരുന്നതാ അല്ലെ? നിസ്കാരത്തിലൂടെ ഒരു ആനന്ദം കണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാനുള്ള വിഷയം നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, മുനാഫിക്കാകാൻ പാടില്ല. നമ്മൾ കപട വിശ്വാസിയാകാം. എവിടെ മുനാഫിക്ക്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫൽ, നരകത്തിന്റെ അടിത്തട്ടിലാണ്. നരകത്തിന്റെ അടിത്തട്ടിലെ മുനാഫിക്ക്. അവന്റെ സ്വഭാവം എന്താ? ഈ ആരാധനകൾക്ക് മടിയുള്ളവനാണ്. നിസ്കാരം സമയത്ത് നിർവഹിക്കൂല, നമസ്കാരം സമയത്ത് നിർവഹിക്കൂല. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കും. ഒരു കാരണമല്ലാതെ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുക. നമുക്ക് നിങ്ങൾ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലമാണ് എങ്കിൽ നിസ്കരിക്കാത്തോനെ, സ്ഥിരമായി നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ തലവെട്ടാന്നാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്. മനസ്സിലായോ? നിസ്കാരം ഉപേക്ഷിക്കുന്നയാള്. ജമാഅത്തിന് വരാത്ത ആളുകൾ വീടുകൾ കത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു. ജമാഅത്തിന് വരാത്ത ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളിൽ ആരുടെയൊക്കെ വീടുണ്ടാകും? ഒരു കാരണമല്ലാതെ ജമാഅത്ത് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. സമ്പത്തുണ്ടായിട്ട് സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അല്ലെ? സുന്നത്തായ കാര്യങ്ങളോട് മടി കാണിക്കുന്ന, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ആരാധനകളോട് എന്ത് ചെയ്യുക? മടി കാണിക്കുക. മഹാനായ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞത്, സ്വർഗം അലസത കൊണ്ടോ ഉറക്കം കൊണ്ടോ വിശ്രമം കൊണ്ടോ ലഭിക്കുകയില്ല. അടിവരട്ട് പഠിച്ചോളി. സ്വർഗം വെറുതെ കിട്ടൂല. എന്തിനാ നമ്മൾ ജീവിക്കണം? നമ്മൾ പറയും സ്വർഗം കിട്ടാനാണ്, മരണമുണ്ട്, പരലോകമുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. സ്വർഗം എന്ന് പറയുന്നത് മടി കൊണ്ട് കിട്ടൂല, ഉറങ്ങിയാൽ കിട്ടൂല. അതേപോലെ തന്നെ വിശ്രമിച്ചാൽ കിട്ടില്ല. അത് സൽപ്രവർത്തികളിലൂടെ, ഇബാദത്തുകളിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ് സ്വർഗം നേടിയെടുക്കേണ്ടത്. അതാണ് മഹാപണ്ഡിതനായ അല്ലാമ സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒന്ന്, ആരാധനകളിൽ മടി ഉണ്ടാകാൻ പാടില്ല. അറിവ് നേടുന്ന മേഖലയിൽ മടി കാണിക്കാൻ പാടില്ല. 3, പ്രബോധനം ചെയ്യാൻ മടി കാണിക്കുക. അത് മടിയന്മാരുടെ അടയാളാണ്. നമ്മൾ മനസ്സിലാക്കിയ സത്യം ആരോട് നമ്മൾ പറയില്ല. ദഅവത്ത് നടത്താൻ നമുക്ക് മടിയാണ് അല്ലേ? നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൈമാറാറുണ്ട്. നമ്മുടെ വാട്സപ്പിൽ വരുന്ന എത്രയെത്ര മെസ്സേജുകൾ നമ്മൾ പരസ്പരം കൈമാറാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ദീന്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളോട് സത്യസന്ധമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ നിസ്കരിക്കാൻ വരുന്നുണ്ട്, അള്ളാഹിന്റെ തൗഫീഖ് അള്ളാഹു നിലനിർത്തരുമാറാകട്ടെ. നിസ്കരിക്കാൻ വരാത്ത ഒരാളോട് വളരെ സ്നേഹത്തോടു കൂടെ ഒന്ന് പള്ളിയിലേക്ക് വരണട്ടോ, നിസ്കരിക്കാൻ വരണട്ടോ നമ്മൾ പറയാറുണ്ടോ? നമ്മൾ സുബഹിക്ക് പള്ളിയിൽ വരുന്നു, ശരി, ബാക്കിയുള്ള വരാത്ത ഒരാളെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ടോ? ഒന്ന് വിളിക്കാറുണ്ടോ? ഒരു പ്രദേശത്തെ ഒരു മഹലിലെ ചെറിയ കുട്ടികൾ, അവര് പള്ളിയിൽ വരുന്ന കുട്ടികളാണ്. ആ ചെറിയ കുട്ടികൾ പള്ളിയിൽ വന്നപ്പോൾ സുബഹിക്ക് എന്തില്ല, പള്ളിയിൽ വളരെ കുറവാണ്, പുരുഷന്മാർ കുറവാണ്, ആളുകൾ കുറവാണ്. അപ്പൊ ആ കുട്ടികൾ ഒരുമിച്ചിരുന്ന ഒരു പാറയുടെ പുറത്തിരുന്നവർ തീരുമാനം എടുത്തു. എന്താ തീരുമാനം എന്നറിയോ? നമുക്ക് നമ്മുടെ നാട്ടുകാരോട് ചോദിക്കാം, വീട്ടുകാരോടൊക്കെ പോയി ചോദിക്കാം, എന്തെങ്കിലും സുബഹിക്ക് പള്ളിക്ക് വരാത്തതാണ്. അവരിറങ്ങി അവരുടെ നാട്ടിലെ മഹലിലെ വീടുകളിലെ പള്ളികളിലെ വീടുകളിലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളൊന്ന് സുബഹിക്ക് പള്ളിക്ക് വരുന്നല്ലോ, എന്താ കാരണം? അവർ പലരും പറഞ്ഞു, ഞങ്ങൾ അറിയുന്നില്ല, ഉറക്കത്തിലാണ്, രാവിലെയല്ലേ, ജോലിയുടെ ക്ഷീണമുണ്ട്.
കുട്ടികൾ ചോദിച്ചു, ഞങ്ങൾ വന്ന് വിളിച്ചാൽ ഞങ്ങൾ വരുമോ? ഞങ്ങൾ വന്ന് വിളിച്ചാൽ ഞങ്ങൾ വരുമോ? അവർ പറഞ്ഞു ഞങ്ങൾ വരും. സഹോദരങ്ങളെ, ആ ചെറിയ കുട്ടികൾ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റു. അവർ വിളിക്കാൻ പറഞ്ഞ വീടുകളിൽ പോയി അവർ വിളിച്ചു, ബെല്ലടിച്ചു. ആ വീട്ടുകാരെ ഉണർത്തി അവർ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. നോക്കൂ, നിങ്ങൾ താല്പര്യം ഉണ്ടാകണം, നമ്മൾ പരിശ്രമിക്കണം. ഞാൻ പറയുന്നത്, ഈ പള്ളിയിലിരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മൾ മുസ്ലിങ്ങളാണ്. നമ്മൾ സുബഹിക്ക് ജമാഅത്തിനെ നമുക്ക് പോകാൻ പറ്റുന്ന പള്ളിയിൽ നമ്മളുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇവിടെ തന്നെ വരണമെന്നല്ല, ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ വരണം. ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നത് സുബഹിക്ക് നമുക്ക് 2 ആയത്ത് 5 ആയത്ത് ഓതിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും, ആവർത്തിച്ചോതാൻ പറ്റും. സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഓതിയാൽ 1500 കൂലി കിട്ടും. 1500 കൂലി കിട്ടും. പക്ഷെ അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ആ എല്ലാ ദിവസവും ഇവിടെ സുബഹി കഴിഞ്ഞാൽ പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് വളരെ ഭംഗിയായി ഖുർആൻ ഓതാൻ പഠിക്കാം. ഈ പള്ളിയുടെ അനുഗ്രഹമാണത്. അപ്പൊ ഞാൻ പറയും, നമ്മളെല്ലാവരും സുബഹിക്ക് പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മക്കളെ വിളിക്കണം, ഭാര്യനെ സുബഹിക്ക് വിളിച്ചുണർത്തണം. ഇതാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി പറഞ്ഞില്ല, ബല്ലിഗു അന്നി വലൗ ആയ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്താണോ പഠിച്ചത് അത് നിങ്ങൾ എത്തിക്കണം എന്നാണ്. അത് മറ്റുള്ള ആളുകൾക്ക് എത്തിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ മുസ്ലിമാണ്, ഇസ്സത്തുള്ള ആൾക്കാരാണ്. നമ്മുടെ ദീൻ ശരിയാണ്, നമ്മുടെ ദീനിൽ ഒരു അബദ്ധമല്ല. ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് 100% ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം ആളുകളെ. ഒരു അബദ്ധവും ഇല്ലാത്ത മതമാണ്, ഒരു വൈകല്യവും ഇല്ലാത്ത മതമാണ്. ആർക്കും ഒരു ന്യൂനതയും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ദീനാണ് നമ്മുടെ ദീൻ. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ആളുകൾക്ക് ആക്ഷേപിക്കാൻ പറ്റുമോ? നിങ്ങളാ ചെയ്തത് ശരിയായില്ലെന്ന്? ദീനിലുള്ളതാണ് എങ്കിൽ നമുക്ക് എവിടെയും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ വിളിക്കേണ്ടത്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും എന്ത് ചെയ്യണം? മറ്റുള്ളവരെ വിളിക്കാൻ നമ്മൾ തയ്യാറാകണം. 4ാമത്തെ ഒരു പോയിന്റ്, റിസ്ക് തേടാനുള്ള മടി. അല്ലെ, റിസ്ക് തേടാനുള്ള മടി. അതിൽ പല ആൾക്കാരും ഉഷാറാണ്. റിസ്ക് തേടാൻ എല്ലാവരും ഉഷാറാണ്, ജോലിക്ക് പോകാൻ, കുടുംബം നോക്കാനൊക്കെ ഉഷാറാണ്. എന്നാൽ അവിടെയും മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചില ഭാര്യമാരുടെ പരാതി എന്താണോ, എൻ്റെ ഭർത്താവ് ഒരു ജോലിക്കും പോകില്ലാന്ന്. എൻ്റെ ഭർത്താവ് ഒരു ജോലിക്ക്, ഇപ്പോൾ ഞങ്ങളൊക്കെ ആളുകളുമായി സംസാരിക്കാൻ കൗൺസിലിംഗ് പോലെയുള്ള സംവിധാനങ്ങളിൽ ഇരിക്കുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, പല ഭാര്യമാരും പറഞ്ഞ മറുപടി എന്താ, പിന്നെ എല്ലാം ശരിയാണ്, അദ്ദേഹം നല്ല സ്വഭാവമാണ്, പക്ഷെ ഒരു പണിക്കും പോകില്ലാന്ന്, മടിയാണ്. ആരോഗ്യമുണ്ട്, കഴിവുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച പണി, നമ്മൾ റിസ്ക് തേടണം. ഇപ്പം പക്ഷികളെ നോക്കൂ നിങ്ങൾ, രാവിലെ കാലിയായ വയറുമായി അവരുടെ കൂട്ടിൽ നിന്ന് അവർ പറക്കുകയാണ്, ഭക്ഷണം തേടി പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ വാചകമാണ്, അതേപോലെ നിങ്ങൾ തവക്കുലാക്കണം. അല്ലെ, അതേപോലെ തവക്കുലാക്കണം. ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന പക്ഷി വൈകുന്നേരം അതിന്റെ കൂട്ടിലേക്ക് വരുമ്പോൾ അതിന്റെ വയറ് നിറഞ്ഞു, അതിന്റെ ചുണ്ടിൽ ഭക്ഷണം ഉണ്ടാകും അതിന്റെ കുഞ്ഞുങ്ങൾക്കുള്ള. നമ്മൾ അങ്ങനെയാവേണ്ട ആൾക്കാരാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ജോലി അന്വേഷിക്കണം, കണ്ടെത്തണം, ജോലി ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് യാചിച്ചു വന്ന ഒരു മനുഷ്യൻ, നബി അയാൾക്ക് ഒരു മഴു വാങ്ങിക്കൊടുത്തു, ഒരു കോടാലി വാങ്ങിക്കൊടുത്തു, ജോലി ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അതിലൂടെ സമ്പാദിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ജോലി ചെയ്യാതെ ജീവിച്ച ഒരു മനുഷ്യനെ മർദാന് കാണുമ്പോൾ മർദാന് പറഞ്ഞു, ഞാൻ അയാളെ ഒരു വിലയും ഞാൻ അയാൾക്ക് കൊടുക്കണില്ല എന്ന്. ജോലി ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ചെയ്യാത്ത ആൾക്ക് ഞാനൊരു വിലയും കൊടുക്കുന്നില്ല എന്ന്. അപ്പൊ ജോലി ചെയ്യാൻ, റിസ്ക് തേടാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആളുകളുടെ കൂട്ടത്തിലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മടി എന്ന് പറയുന്ന മാരകമായ അസുഖത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും നല്ല ഉത്സാഹത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മടിയുടെ അപകടങ്ങളും കാരണങ്ങളുമൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. സ്വാഭാവികമായും ഏതൊരു വിഷയത്തിനും പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളുണ്ടാകും. അപ്പം നമുക്ക് സ്വയം തോന്നുകയാണ്, ഞാൻ മടിയനാണ്, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക? മടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. അവർ പറഞ്ഞത്, നിങ്ങൾ ദിക്റുകൾ പതിവാക്കിയാൽ, നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പതിവാക്കിയാൽ മടിയന്മാരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോടും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനിനോടും ഫറോവയുടെ സമീപത്തേക്ക് പോകാൻ പറയുന്ന രംഗമുണ്ട്. ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയ ഫീ ദിക്രി എന്നൊരു പ്രയോഗമുണ്ട്. ഈ ആയത്തിൽ വലാ തനിയ എന്ന് പറയുന്ന ആ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിൽ മടി കാണിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യരുതെന്നാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്.
നിരന്തരം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാകും, ദിക്ർ എടുക്കുന്ന ആൾക്കാരാകും. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പതിവാക്കിയാൽ മടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലേക്കാണ് നബി പറഞ്ഞു, യഅഖിദു ശൈത്വാനു അലാ പിശാച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒരു മനുഷ്യനിൽ അവന്റെ തലയിൽ പിശാച് എന്ത് ചെയ്യും? 3 കെട്ടുകൾ ഇടുന്നതാണ്. 3 കെട്ടുകൾ. ആ കെട്ടുകൾ അഴിയുന്നത് എങ്ങനെയെന്നറിയോ? ഒരാൾ എഴുന്നേൽക്കാണ്, ആ എഴുന്നേൽക്കുന്ന സമയത്ത് അവൻ അള്ളാഹു എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തു. അങ്ങനെയാണെങ്കിൽ അവന്റെ ഒരു കെട്ടഴിയും. ഇനിയോ അവൻ വദു ചെയ്തു. രാവിലെ എഴുന്നേറ്റിൽ ആദ്യം അള്ളാഹുവിനെ ഓർത്തു. നമ്മൾ പ്രാർത്ഥിക്കണം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ആ പ്രാർത്ഥന ചൊല്ലിയാൽ ഒരു കെട്ടഴിഞ്ഞു. രണ്ടാമത്തെ കെട്ട് അവൻ വദു എടുക്കുന്നതോടുകൂടെ രണ്ടാമത്തെ കെട്ടഴിയും. മൂന്നാമത്തത് അവൻ നിസ്കരിച്ചാൽ എന്ത് ചെയ്യും? മൂന്നാമത്തെ കെട്ടും അഴിയും. ആ 3 കെട്ടുകൾക്ക് കഴിഞ്ഞാൽ അവനെ അന്നത്തെ പ്രഭാതത്തിൽ ഉന്മേഷവാനായിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ പിശാച് നമ്മുടെയൊക്കെ തലയിൽ, നമ്മുടെയൊക്കെ ശരീരത്തിൽ 3 കെട്ടിടുന്നുണ്ട്. ആ കെട്ടുകൾ അഴിക്കാനുള്ള വഴി എന്താ? ഒന്ന് ദിക്റാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ അല്ലാഹുവിനെ ഓർക്കുക. 2 വുദു ചെയ്യലാണ്. 3 നിസ്കരിക്കലാണ്. ഇത് ചെയ്താൽ അന്നത്തെ ദിവസത്തെ ഉന്മേഷത്തോടു കൂടെ എന്ത് ചെയ്യും? നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ മടിയന്മാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. നമ്മൾ മടിയന്മാരായ ആൾക്കാരാണെന്ന് തോന്നുന്ന ആളുകളുടെ കൂടെ നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണെന്ന്. അതുകൊണ്ട് അവൻ നോക്കട്ടെ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. പള്ളിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിൽ നിന്ന് തടയുന്നവരാണ് നമ്മുടെ കൂട്ടുകാരനെങ്കിൽ അവന്റെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല. മനസ്സിലായില്ലേ? പള്ളിയിലേക്ക് നമ്മൾ വരുന്നതിൽ തടയുന്നവരാണ്. പള്ളിയിലേക്ക് വന്നിട്ട് പള്ളിയിൽ കയറാൻ സമ്മതിക്കാതെ ഇരിക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരനെങ്കിൽ അവനുമായി നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. മനസ്സിലായില്ലേ? അവര് നമ്മുടെ നല്ല കൂട്ടുകാരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ ആരാകണം? നമ്മൾ നല്ല ആളുകളുമായി കൊണ്ടാണ് കൂട്ടുകൂടേണ്ടത്. മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമിതമായിട്ട് ഉറങ്ങാൻ പാടില്ല. അമിതമായിട്ട് ഉറങ്ങുക എന്നുള്ളത് മടിയന്മാരാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉറങ്ങണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ കലാമുൽ കസീർ വന്നൗമുൽ കസീർ വൽ അഖലുൽ കസീർ വൽ ജിമാഉൽ കസീർ. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ മടിയന്മാരാക്കുന്നതാണ്. നല്ല ഉറക്കം, നന്നായി ഉറങ്ങുക, എല്ലാം പിടുത്തം വിട്ട് ഉറങ്ങുക, നന്നായി ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ അധികരിച്ച സംസാരം, അതേപോലെ തന്നെ അധികരിച്ച ജിമാ, ഭാര്യ ഭർത്തൃബന്ധം, പരിധിയില്ലാതെ ഭാര്യ ഭർത്തൃബന്ധം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു പരിധിയില്ലെങ്കിൽ അതെന്ത് ചെയ്യും? അത് മനുഷ്യനെ മടിയനാക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അമിതമായ ഉറക്കം, അമിതമായ സംസാരം, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ആവശ്യത്തിന് വേണ്ട, അമിതമാകാൻ പാടില്ല. അവസാനത്തെ ഒരു കാര്യം, സമയമുണ്ടെന്ന് ചിന്തിക്കണ്ട. സമയമുണ്ട് എന്നുള്ള ചിന്ത അപകടമാണ്. പല ആൾക്കാരും വിചാരം തരോ നന്നാകാനൊക്കെ ഇനി സമയമുണ്ടതാ. സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിച്ച പല ആൾക്കാർ ഇന്ന് ഖബർസ്ഥാനിലാണ്. നമ്മളെ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ ഇവിടെ ഒരു ഖബർസ്ഥാൻ ഉണ്ടല്ലേ. ആ ഖബറിൽ കിടക്കുന്ന എത്രയോ മനുഷ്യന്മാര് അവരുടെ ജീവിതത്തിൽ ആലോചിച്ചിട്ടുണ്ടാവും, നാളെ നന്നാകാം, നാളെ ശരിയാകാം, സമയമുണ്ടല്ലോ. സമയം നമ്മുടെ കയ്യിലല്ല. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മരണം സമീപത്തുണ്ട് എന്ന തൊട്ടടുത്ത നിമിഷം നമ്മുടെ നാളെയാണ്. തൊട്ടടുത്ത സമയം നമ്മുടെ പരലോകം ആരംഭിക്കുകയാണ്. ആ ചിന്തയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ തോന്നും, നമുക്ക് ദിക്ർ എടുക്കാൻ തോന്നും, നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ തോന്നും. അതിനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുക, ദീനിയായി ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുടുംബത്തെ ആ ഒരു ദീനി അന്തരീക്ഷത്തിൽ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ വരുന്ന നമ്മുടെ സഹോദരൻ രോഗം ബാധിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ വരുന്ന നമ്മുടെ സഹോദരന്റെ പിതാവ് കഴിഞ്ഞ ആഴ്ചയിലാണ് മരണപ്പെട്ടത്. അല്ലാഹു ആ പിതാവിന്റെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തെയും നമ്മളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ. അല്ലാഹു വിശ്വാസികളായ അവർക്കെല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ, ഗാസയുടെ മണ്ണിൽ നമ്മുടെ സഹോദരങ്ങൾ
അനേകം പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അള്ളാഹു ആ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അവരക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അള്ളാഹു അവർക്ക് സുരക്ഷയേകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.